നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വളരെ വൈകാതെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനത്ത് വിവിധ സ്വകാര്യ കേന്ദ്രങ്ങളിൽ ആധാർ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഇതിനു വേണ്ടി ആധാറിൻ്റെ കോപ്പി നൽകാതെ നമ്മളുടെ പേഴ്സണൽ വിവരങ്ങൾ ചോരാതെ തന്നെ ഒരു പ്രത്യേക വേരിഫിക്കേഷൻ, അത് ബയോമെട്രിക് അധിഷ്ഠിതമായിട്ടോ അല്ലെങ്കിൽ QR സ്കാനർ വഴിയുള്ള പ്രത്യേക ഒതൻറ്റിക്കേഷൻ, ആ രീതിയിൽ നമ്മളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പങ്കുവയ്ക്കുന്ന രീതി, ഇതിൽ വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് അതും അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ഉപകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംവിധാനം നമ്മളുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ രാജ്യമാകെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ സംവിധാനത്തിൽ നമ്മളുടെ ആധാർ കാർഡുകൾ കൃത്യതയുള്ളതാക്കി തീർക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം. അതായത് നമ്മളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ആധാറിലെ ബയോമെട്രിക്, അതോടൊപ്പം തന്നെ ആധാറിലെ മേൽവിലാസം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം കൃത്യതയാർന്നതാണ് എന്ന് സ്ഥിരീകരിക്കുക. എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ, അപ്ഡേഷനുകൾ ചെയ്യാനുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി എത്രയും വേഗം ആ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ച് നമുക്ക് ഒരു ഗഡു പെൻഷൻ ഇപ്പോൾ മുൻകൂറായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ ഈ മാസം ഒടുവിലേക്ക് വീണ്ടും 1600 രൂപ നൽകാൻ സാധിക്കും എന്ന രീതിയിലാണ് സർക്കാർ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കൃത്യമായിട്ട് കടമെടുപ്പ് പരിധിയെല്ലാം പുനർനിശ്ചയിച്ച സ്ഥിതിക്ക് സംസ്ഥാനത്തിന് വീണ്ടും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. എന്നാൽ ഈ പെൻഷൻ വാങ്ങുന്നതോടൊപ്പം തന്നെ നമുക്ക് കുടിശ്ശികയായിട്ട് 3 ഗഡുക്കളുണ്ട്, 4800 രൂപ. ഇതിന്റെ വിതരണം അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതായത് വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ചൊക്കെ ഒന്നോ അതിലധികമോ ഗഡുക്കളൊക്കെ വിതരണം ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരിക്കും സർക്കാർ നടപടികൾ സ്വീകരിക്കുക. ഒരു മാസം തന്നെ 2 ഗഡുക്കളൊക്കെ ലഭിക്കുന്ന രീതിയിലൊക്കെ ആകുമ്പോൾ 3 മാസം കൊണ്ടൊക്കെ ആനുകൂല്യം പരിപൂർണമായിട്ട് തന്നെ കുടിശ്ശികയുള്ളതും പൂർണ്ണമായിട്ട് വീട്ടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സർക്കാരിന് ലഭ്യമാകും. അതും മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നത് കൊണ്ട് അതിനു മുൻപ് തന്നെ പരമാവധി ഈ ആനുകൂല്യങ്ങൾ, കുടിശ്ശിക വന്നിട്ടുള്ളതെല്ലാം അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത കാർഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. തൊഴിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തൊഴിൽ കാർഡ് നൽകണമെന്നുള്ള ചട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ പുതുക്കിയ വേതന നിരക്കൊക്കെ അനുസരിച്ച് 369 രൂപയാണ് ലഭിക്കുന്നത്. ഇനി വളരെ വൈകാതെ സംസ്ഥാനത്ത് ഇവർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മാസം തോറും പെൻഷൻ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം, വിവാഹ ധനസഹായ പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളെല്ലാം തൊഴിലുറപ്പ് പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയിൽ അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സ്ഥിതിക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. 5 ലക്ഷം രൂപ വരെ പരമാവധി ലഭിക്കുന്ന രീതിയിലേക്ക് KCC ലോൺ പരിഷ്കരിച്ചിട്ടുണ്ട്. ഈടില്ലാതെ മുൻപ് 1,60,60,000 രൂപയാണ് ലഭിച്ചിരുന്നത്, അത് 2 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ കൃഷിസ്ഥലം അളവ്, അത് വിസ്തീർണമൊക്കെ എത്രയാണെന്ന് പറയുകയും ഇതിന് നമുക്ക് ലഭിക്കുന്ന സഹായം എത്രയാണെന്നൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ബാങ്കുകൾ നിശ്ചയിക്കുന്ന ഒരു നിരക്കുണ്ട്. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഹോം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമീപമുള്ള യൂണിയൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവയൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ കൃഷി ചെയ്യുന്ന വിളയെ കൂടി ആശ്രയിച്ച് നമുക്ക് ലഭിക്കുന്ന വായ്പാ പരിധി അത് ഉയർത്തുന്നതിന് വേണ്ടിയൊക്കെ ബാങ്കുകൾക്ക് അധികാരമുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ കയ്യിൽ ഒരു ചാർട്ട് ഉണ്ടാകും. കൃത്യമായിട്ട് നമ്മളുടെ സ്ഥലം അത് എത്ര സെൻറ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഏക്കറുണ്ട്, അതിനനുസരിച്ച് എത്രത്തോളം തുക നമുക്ക് നൽകാം, ഈ കാര്യങ്ങളെല്ലാം ബാങ്ക് തീരുമാനിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.